ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പുതിയൊരു പ്രഭാതത്തിൽ നമ്മളെല്ലാവരെയും കർത്താവ് എഴുന്നേൽപ്പിക്കുകയും അവിടുത്തെ പരിപാലനയിലായിരിക്കുവാൻ അവിടെ നമ്മളെ പേര് ചൊല്ലി വിളിക്കുകയും ചെയ്തതിന് ദൈവത്തിന് കോടാനുകോടി നന്ദി സമർപ്പിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 107 സങ്കീർത്തനം 9 തിരുവചനം. എന്തെന്നാൽ അവിടുന്ന് ദാഹാർത്തന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവന് വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തി ഉളവാക്കുകയും ചെയ്തു. ദൈവത്തെ കാണുവാൻ, ദൈവത്തെ കേൾക്കുവാൻ ദാഹത്തോടെയാണ് നമ്മൾ കടന്നു വരുന്നതെങ്കിൽ, നിങ്ങൾ ദൈവവചനം വളരെ സംതൃപ്തിയോടെ ദാഹത്തോടെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ വചനം തൃപ്തി വരുത്തുകയും സമൃദ്ധമായ വിഭവങ്ങളുള്ള വിശിഷ്ടമായ ഒരു ഭക്ഷണമേശ നിങ്ങൾക്കായി കർത്താവ് ഒരുക്കുകയും ചെയ്യും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയായാലും, നമ്മുടെ സാഹചര്യങ്ങൾ എന്തായിരുന്നാലും, നമ്മൾ ഏത് കഷ്ടത്തിലും ദുരിതത്തിലുമാണെന്ന് വിലപിച്ചാലും അതെല്ലാം മാറ്റിവെച്ചിട്ട് ദാഹത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരികയും ആ കർത്താവിൻ്റെ വചനം ദാഹത്തോടെ ഏറ്റെടുക്കുകയും അത് ഭക്ഷിക്കുവാൻ ഒരുങ്ങുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളെ വിട്ടഴലും, നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകും, നിങ്ങൾ സംതൃപ്തരാകും. ദൈവം നിങ്ങളെല്ലാവരെയും ഇന്നത്തെ ദിവസം ഈ വചനത്തിൻ്റെ ശക്തിയാൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.